നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 154/2023 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇവിടെ കറണ്ട് അഫെയർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ആൻസർ മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെയും കറണ്ട് അഫെയർ അപ്ഡേറ്റിംഗ് ആണ്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ചോദിച്ചപ്പോൾ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നോക്കേണ്ടതുണ്ട്. 2025 നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബെസ്റ്റ് ഫിലിം ഏതാണ്? ഏറ്റവും മികച്ച ചിത്രമായിട്ട് 2025 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. നെക്സ്റ്റ് വൺ, ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? ബെസ്റ്റ് ഡയറക്ടർ ചിദംബരൻ എസ് പൊതുവാൾ. ആരാണ്? ചിദംബരൻ എസ് പൊതുവാൾ. ഏത് സിനിമ ഡയറക്ട് ചെയ്തതിനാണ് അദ്ദേഹത്തെ മികച്ച ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തത്? മഞ്ഞുമൽ ബോയ്സ് ഡയറക്ട് ചെയ്തതിനാണ് ചിദംബരൻ എസ് പൊതുവാളിനെ ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ഇനി ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു? മികച്ച നടൻ. മികച്ച നടൻ നമ്മുടെ മമ്മൂട്ടിയാണ്. ഏതാണ് സിനിമ? ഭ്രമയുഗം. ഏതാണ്? ഭ്രമയുഗത്തിനാണ് മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തത്. എങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് മികച്ച നടി ആരാണ്? മികച്ച ആക്ട്രസ് ഷംല ഹംസ. ആരാണ്? ഷംല ഹംസ. ഷംല ഹംസ. ഏതാണ് സിനിമ? ഫെമിനിച്ചി ഫാത്തിമ. ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഷംല ഹംസയെ തിരഞ്ഞെടുത്തത്. ഇനി ബെസ്റ്റ് ജനപ്രിയ ചിത്രം, ബെസ്റ്റ് പോപ്പുലർ ഫിലിം. ബെസ്റ്റ് പോപ്പുലർ ഫിലിം അതായത് മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു ആണ്. ഏതാണ്? പ്രേമലു. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ബെസ്റ്റ് ഫിലിം. നമ്മൾ ഫസ്റ്റ് ബെസ്റ്റ് ഫിലിം ഏതാണ് എടുത്തത്? മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് ബെസ്റ്റ് ഫിലിം ആയിട്ട് എടുത്തത്. എങ്കിൽ രണ്ടാമത്തെ ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. ഫെമിനിച്ചി ഫാത്തിമ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഒരു കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സ്. രണ്ടാമത്തെ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? ചിദംബരൻ എസ് പൊതുവാള്. ഏത് സിനിമയ്ക്കാണ്? മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തതിനാണ്. ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയാണ് ഭ്രമയുഗം സിനിമയ്ക്ക്. ബെസ്റ്റ് ആക്ട്രസ് ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച പോപ്പുലർ ഫിലിം അതായത് മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? ഏതാണ്? സമന്വയ പദ്ധതിയാണ്. സമന്വയ. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? ഇവിടെ ചോദ്യം 2020 ആണ്. ഇവിടെ അടിയാള പ്രേതമാണ് 2020. നമുക്ക് എന്ത് ചെയ്യണം? ഇത് കറണ്ടില് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇനി കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്. നമുക്കറിയാം കുടുംബശ്രീ ഉൽപ്പന്നമാണ് അല്ലെ അമൃതം ന്യൂട്രിമിക്സ്. അതിന് 2022 ഒരു അവാർഡ് ലഭിച്ചു. ഏതാണ്? ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഏതാണ്? ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ് അമൃത ന്യൂട്രിമിക്സിന് 2022 അവാർഡ് ലഭിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏതാണ് എന്നുള്ളത് നമുക്കിപ്പോ അപ്ഡേറ്റ് ചെയ്യാം. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഏത് നോവലിനാണ് ലഭിച്ചത് നോക്കാം. നോവൽ വിഭാഗത്തിൽ നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ മായാ മനുഷ്യർ ആണ്. ഏതാണ്? മായാ മനുഷ്യർ. ആരുടെയാണ് മായാ മനുഷ്യർ എന്ന നോവല്? എൻ പ്രഭാകരന്റേതാണ്. എൻ പ്രഭാകരന്റേതാണ് മായാ മനുഷ്യർ എന്ന നോവൽ. ഓക്കെ,
മികച്ച പോയട്രി, മികച്ച പോയട്രി ഏതായിരുന്നു? മുരിങ്ങ വാഴ കറിവേപ്പ്. ഏതാണ്? മുരിങ്ങ വാഴ കറിവേപ്പ്. ഇത് ആരുടേതാണ് മികച്ച പോയട്രി? അനിത തമ്പിയുടേതാണ്. ആരുടേതാണ്? അനിത തമ്പിയുടെ മികച്ച പോയട്രി ആയിട്ടുള്ള മുരിങ്ങ വാഴ കറിവേപ്പിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2025 ലഭിച്ചത്. മികച്ച നാടകം അല്ലെ, ഡ്രാമ വിഭാഗത്തിൽ ഏതാണ്? അതായത് പിത്തളശലഭം. അതായത് ശശിധരൻ നടുവിലിന്റേതാണ് മികച്ച നാടകം. ശശിധരൻ നടുവിൽ. ഇനി മികച്ച യാത്രാവിവരണത്തിന് കിട്ടിയത് ആർക്കാണ്? ആരോഹണം ഹിമാലയമാണ് മികച്ച ട്രാവലോഗ് യാത്രാ വിവരണം. അത് ആരുടേതാണ്? ആരോഹണം ഹിമാലയം KR അജയന്റേതാണ് കേട്ടോ. KR അജയൻ. മികച്ച ആത്മകഥയ്ക്ക് ഏതാണ്? ആരുടെ ആത്മകഥയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഞാൻ എന്ന ഭാവം. ഏതാണ്? ഞാൻ എന്ന ഭാവം. അതിനാണ് മികച്ച ആത്മകഥയ്ക്ക് കിട്ടിയത്. അത് ആരുടേതാണ്? കെ രാജശേഖരൻ നായരുടേതാണ് കേട്ടോ. കെ രാജശേഖരൻ നായർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ മികച്ച നോവലായിട്ട് 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് മായാമനുഷ്യർ എന്ന നോവലിനാണ്. N പ്രഭാകരന്റേതാണ്. നെക്സ്റ്റ് വൺ മികച്ച പോയട്രി മുരിങ്ങ വാഴ കറിവേപ്പ് അനിത തമ്പിയുടെ. മികച്ച ഡ്രാമ പിത്തളശലഭം കേട്ടോ. എന്താണ്? പിത്തളശലഭം ശശിധരൻ നടുവിലിന്റേതാണ്. മികച്ച യാത്രാ വിവരണം ട്രാവലോഗ് ആരോഹണം ഹിമാലയം KK അജയന്റേതാണ്. മികച്ച ആത്മകഥ ഓട്ടോബയോഗ്രഫി ഞാൻ എന്ന ഭാവം കെ രാജശേഖരൻ നായറിന്റേതാണ്. അടുത്ത് നോക്കാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. എങ്കിൽ ഇപ്പോ കറണ്ട് അഫയറിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോ ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി? കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്? ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? PSLV-C 52 എന്ന റോക്കറ്റിനെ ഭ്രമണപഥത്തിലെത്തിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? EOS-04 ആണ്. EOS-04. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം? ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം 2012. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ അല്ലെ, ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ഏത്? ടീസ്റ്റ. ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ബ്രഹ്മപുത്ര ഏത് സംസ്ഥാനത്തൂടെയാണ് ഒഴുകുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സിക്കിം ആൻഡ് പശ്ചിമ ബംഗാളിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായിട്ടുള്ള ടീസ്റ്റ ഒഴുകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം മണിപ്പൂരാണ്. ഏതാണ്? മണിപ്പൂരാണ്. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. നാഗ്പൂർ പ്ലാനിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ്. അതായത് 100 സ്ക്വയർ ഫീറ്റ് കിലോമീറ്ററിന് 16 കിലോമീറ്റർ എന്ന രീതിയിൽ എന്ത് ചെയ്യണം? ലക്ഷ്യം കൈവരിക്കണം. അതാണ് റോഡിന്റെ ഡെൻസിറ്റി സാന്ദ്രത എന്ന് പറയുന്നത്. പിന്നെ ആൻസർ ഏതാണ്? 2. ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. ആദ്യത്തെ എത്ര വർഷത്തെയാണ്? 20 വർഷത്തെ വികസന പദ്ധതിയാണ് ഏത്? നാഗ്പൂർ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം. വ്യവസായ മേഖല ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടാത്ത, ഇൻഡസ്ട്രി ഇല്ലാത്തത് അംബാല അമൃത്സർ ആണ്. ഇതാണ് അംബാല അമൃത്സർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? കാർബൺ ന്യൂട്രൽ വില്ലേജ്
സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ദേശീയ ജലപാത NW2 നാഷണൽ വാട്ടർവേ 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ്? നമുക്കറിയാം ഒന്ന് അല്ലെ NW1 ഏതാണ്? ഗംഗാ നദിയിലാണ് അല്ലെ. NW2 ബ്രഹ്മപുത്രയാണ്. NW3 നമ്മുടെ കേരളത്തിലുള്ളതാണ് അല്ലെ, കോട്ടപ്പുറം, കൊല്ലം കോട്ടപ്പുറം അല്ലെ. NW2 ഗോദാവരി നദിയിൽ, കാക്കിനട പുതുച്ചേരി, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പോ NW1 ഗംഗയാണെങ്കിൽ NW2 ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അപ്പോ അലഹാബാദ് ടു ഹാൽഡിയ ഏതാണ്? ഗംഗയിലാണ്. NW1 ആണ്, നാഷണൽ വാട്ടർവേ 1 ആണ്. അലഹാബാദ് ടു ഹാൽഡിയ. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റിക്കേ. ഒന്ന് വരുന്നത് അങ്ങോട്ട് ഒന്ന് വന്ന് ഒക്കെ മാറ്റി. ഇനി സാഖ്യ മുതൽ ദുബ്രി വരെ, യെസ് കറക്റ്റ് ആണ് അല്ലെ. ഏതാണ്? ബ്രഹ്മപുത്ര നദി. സാദിയ മുതൽ ദുബ്രി വരെയാണ് NW2. അപ്പൊ 2 എന്തായാലും ആൻസറിൽ ഉണ്ടാകണം. അപ്പൊ ഇതിൽ 2 ഇല്ല. അപ്പൊ ഇത് ആൻസർ ഓക്കെ 2ഉം 4ഉം ആണ്. 16ാമത്തെ ആൻസർ സി ആണ്. 2ഉം 4ഉം 1620 കിലോമീറ്റർ നീളം ട്ടോ. 1620 സാദിയ ടു ദുബ്രി ബ്രഹ്മപുത്ര നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ആൻസർ ഈസ് സി, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്, ഫിലമെന്റ് രഹിത പഞ്ചായത്ത്, അങ്ങനെ നമ്മൾ പഠിക്കാറ് അല്ലെ. ഫിലമെന്റ് രഹിത പഞ്ചായത്ത് ഇത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നറിയോ? ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്തായിട്ട്. ഏതാണ്? പീലിക്കോടാണ് അല്ലെ, പീലിക്കോട്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ. ആൻസർ ഈസ് 2ഉം 4ഉം ആണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഇതാണ് ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിച്ച പ്രസ്താവന. പരിസ്ഥിതി സൗഹൃദ വ്യവസായവുമാണ്, വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നുമില്ല. നെക്സ്റ്റ് വൺ, ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഇപ്പൊ നമ്മൾ നേരത്തെ 2022 വിക്ഷേപിച്ചതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് EOS-04 കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ 20ാമത്തെ ആൻസർ ഏത് വരും? തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നമുക്കറിയാം. കാരണം തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചതാണ് 2022. അപ്പൊ ഇവിടെ എങ്ങനെ 2021 വരിക? അപ്പൊ അത് മാറ്റി. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. EOS-04 കുറിച്ചിട്ട് ഈ 3 പ്രസ്താവനകളും പഠിക്കണം. PSLV-C 52 എന്ന വാഹനമാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഡിസാറ്റ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. പഠിച്ചു വെക്കുക. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ്, ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഏതാണ്? ആനന്ദമഠം എന്ന നോവൽ വിഭാഗം, നോവലാണ്. ആനന്ദമഠം എന്ന നോവൽ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? സന്യാസി കലാപമാണ്. സന്യാസി കലാപം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുക. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം, പൈതൃകം ആനയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. അതിന് കാരണമായ സംഘടന ഏതാണ്? മസൂർ കിസാൻ ശക്തി സംഘടൻ. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ ഏതാണ്? 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വന്ന വർഷം 1976. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ബന്ധമില്ലാത്തത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ചോദ്യത്തിൽ ആൻസർ ഏത് വരും? 2ഉം 3ഉമാണ് ബന്ധം ഇല്ലാത്ത പ്രസ്താവന. ഇവിടെ ഐറിഷ് ഭരണഘടനയോട് ഇവിടെ 2ഉം 4ഉമാണ് ബന്ധം ഇല്ലാത്തത് എന്ന് പറഞ്ഞു അല്ലെ. എന്താ അത് തെറ്റാൻ കാരണം? ഇവിടെ ഐറിഷ് ഭരണഘടനയോടൊന്നാണ് അല്ല. മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇവിടെ USA ഭരണം. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ട്. മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? സോറി, ഇവിടെ 2ഉം 3ഉമാണ് വരുന്നത് അല്ലെ. അവിടെ നമുക്ക് അറിയാം 6 മൗലിക അവകാശങ്ങളാണെന്ന് അറിയാം. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശം തെറ്റാണ്. ഇവിടെ 6 എന്ന് വരണം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ശരിയാണ്. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം 3ാം ഭാഗത്തിലും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നതും 6 മൗലികാവകാശങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പൊ കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ. ആരാണ് ഇപ്പോഴത്തെ മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാൻ?
ആരാണ് ഇപ്പോഴത്തെ കമ്മീഷൻ? ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. ദേശീയ പതാകയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ദേശീയ പതാകയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഏതാണ്? 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 1 ജൂലൈ മാസം 22 അംഗീകരിക്കുന്നത് കേട്ടോ. 47 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നത്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് ഏത് വരണം? കുങ്കുമം വരണം, സെൻട്രലിൽ വെള്ള വരണം, താഴെ പച്ച വരണം. 3:2 അനുപാതത്തിൽ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്? നീളം, വീതിയിലെ. പിന്നെ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തതാണ് നമ്മുടെ ദേശീയ പതാക. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരാണ്? ആന്ധ്രാപ്രദേശുകാരാണ്. പ്രീവിയസ് ചോദ്യമാണ്. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനാണ്. ഇന്ത്യയിൽ ദേശീയഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ദേശീയഗാനം അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. സ്ഥിര അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ആരാണ്? കുമാര ഗുരുദേവൻ. യോഗക്ഷേമ സഭ ആരാ? VT ഭട്ടതിരിപ്പാട് അല്ലെ. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കിഴരൂർ ബോംബ് കേസ് ബന്ധപ്പെട്ട നേതാവ് KB മേനോനാണ്. കിഴരൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടാണ്? കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ പ്രക്ഷോഭമാണ് കിഴരൂർ ബോംബ് കേസ്. KB മേനോനാണ് അതിന്റെ നേതാവ്. ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വസമ്മത സമ്മേളനം നടന്ന സ്ഥലം ആലുവയിലാണ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റിയാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഗാന്ധിജി. ഏത് വ്യക്തിയാണ്? വിനോബ ഭാവെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ്. ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചമ്പാരനിലേക്കാണ് വേഗം ആൻസർ എത്തുക. ഇവിടെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരനാണ്. എന്നാൽ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരമാണ്. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസ് ആണ് അങ്ങനെ പറഞ്ഞത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് VPയുടെ ഫുൾ ഫോം. വാപ്പാല പങ്കുണ്ണി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ചത് ബോംബെയിലാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് കേരളത്തിലെ കായിക ദിനം ഒക്ടോബർ മാസം 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ സജി ചെറിയനായിരുന്നു. ഇപ്പോ ആരാണ് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? താഴെ കമന്റ്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? കോട്ടയം, എറണാകുളം, ആലപ്പുഴ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൊല്ലത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം
എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാനപ്പെട്ട പോഷക ഘടകം. ശരീരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലമാണ് കേട്ടോ. താലോലമാണ്. ചാവക്കാട് ഓറഞ്ച് ഏത് വിളിയുടെ ഇനമാണ്? ചാവക്കാടൻ ഓറഞ്ച്. തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരായിരിക്കും? ഹരിത സസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവി. വിഘാടകരിലെ ബാക്ടീരിയകളും ഫംഗസും ഒക്കെ വരുന്നത് ഏതിലാണ്? വിഘാടകരിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് നെല്ലിനം കണ്ടെത്തുക. നെല്ലിനമാണ് അന്നപൂർണ. ഗംഗാബോന്തം തെങ്ങാണ്. ചന്ദ്രലക്ഷ തെങ്ങാണ്. കിരൺ സൽകീർത്തി വെണ്ടയ്ക്കാണ്. അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? അലുമിനിയം ആണ് ആൽക്കലി ലോഹം അല്ലാത്തത്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകമാണ് കാർബൺ മോണോക്സൈഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥേൻ ഇങ്ങനെ പോകും. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയത്തില് എന്തില്ല? ന്യൂട്രോൺ ഇല്ല. ഡ്യൂട്ടീരിയത്തിൽ 1, ട്രിഷിയത്തിൽ 2. അപ്പൊ ടെലൂറിയം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണം ഏതാണ്? സംവഹനമാണ്. ഏതാണ്? സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് കാരണം കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? കമ്പനം. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ എക്കണോമിക്സിന്റെ പുതിയ SSCRT നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. 2 ലെസന്റെ നോട്ട് തന്നു കഴിഞ്ഞു. ഇനി 3ാമത്തെ ലെസന്റെ നോട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ക്ലാസ് എത്തും. പ്രയോജനപ്പെടുത്തുക കേട്ടോ. താങ്ക് യു.